ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്താതെ കയ്യിൽ ആ കൈവളയൊക്കെ അണിയിക്കേ. എടോ 4 പേര് കണ്ട ഇവനാണോ അതിന്റെ കുറച്ചില്? ഇത്രയും വലിയ കുറ്റവാളിയായിട്ട് അവന് കൈവിലങ്ങ് പോലും കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ അത് മോശമല്ലേടോ? ശാരദേ, എല്ലാം ഞാൻ നോക്കിക്കോളാം. വെറുതെ ടെൻഷൻ അടിച്ച് നീ മറ്റുള്ളവർക്ക് സംശയം കൊടുക്കാതിരുന്നാ മതി. സമാധാനായിട്ടിരിക്കെ, ഞാനല്ലേ പറയുന്നത്. എനിക്കൊന്നും അറിയില്ല ഗോവരട. ഈശ്വര, ദേവി, ഒരബദ്ധം പറ്റിപ്പോയി. മനഃപൂർവ്വമല്ല. രക്ഷിക്കണം. എത്രയോ ഊരാക്കൊടുക്കിൽ നിന്ന് അവിടുന്ന് എത്രയോ പേരെ രക്ഷിച്ചിരിക്കുന്നു. സ്വയം രക്ഷപ്പെട്ടിരിക്കുന്നു. ഞങ്ങളെ ഒന്ന് കാത്തുകൊള്ളണേ. ഒരു ജീവൻ, അതെടുക്കാൻ ഒരാൾക്കും അവകാശമില്ല. അത് ശരിയാ. പക്ഷെ സംഭവിച്ചു പോയി. അവൻ ഞങ്ങളെ കൊണ്ടത് ചെയ്യിച്ചതാ. മനസ്സ് ഇപ്പൊ പിടിച്ചെടുത്ത് കിട്ടുന്നില്ല ദേവി. രക്ഷിക്കണം. അവിടെ നിന്നല്ലാതെ മറ്റൊരാശ്രയം ഞങ്ങൾക്കില്ല. ഈ ഒരു വലിയ കുരുക്കിൽ നിന്നും ഞങ്ങളെ ഒന്ന് രക്ഷിക്കണേ എന്റെ പൊന്നു ദേവി. അനുപേ, എന്താടാ ഇത്? നിന്നെ ഞാൻ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന സമയം മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ. എന്തോ ഒരു പ്രശ്നം നിന്നെ അലട്ടുന്നുണ്ട്. എന്താടാ, നീ എന്തെങ്കിലും കുഴപ്പത്തിൽ ചാടിയോ? ആ പോലീസുകാർ നമ്മളെ തടഞ്ഞപ്പോ ഏതോ ഒരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ? ഇനി ആ പെൺകുട്ടിയെ കാണാതായതിന്റെ പിന്നിൽ നിനക്കെന്തെങ്കിലും പങ്കുണ്ടോ? അങ്കിളെ, അത് പിന്നെ എന്നോട് പറയാൻ നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട. അല്ല, നിന്നെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് മാത്രമേ കഴിയൂ. അതിപ്പം കാശ് കൊണ്ടാണെങ്കിലും അധികാരം കൊണ്ടാണെങ്കിലും. നിനക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. അങ്കിളെ, എനിക്ക് ചിലത് പറയാനുണ്ട്. നടന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പറയാൻ പറ്റുമെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. പോലീസുകാര് വണ്ടി അടഞ്ഞൊരു പെൺകുട്ടിയെ പറ്റി ചോദിച്ചില്ലേ? ആ പെൺകുട്ടിയുടെ പേര് നൂർജഹാൻ. ഞാൻ അവളെ രജിസ്റ്റർ മാരേജ് ചെയ്തു. അത് ശരി. അപ്പൊ എല്ലാരും കൂടി പ്ലാൻ ചെയ്ത് ചെക്കനെയും പെണ്ണിനെയും വരെ അകത്തൊളിപ്പിച്ചു വെച്ചിട്ടാ ആ ശാരദാമ്മ അഭിനയം മുഴുവൻ എന്റെ മുന്നിൽ അഭിനയിച്ച് തകർത്തതല്ലേ? എല്ലാം
എനിക്ക് വേണ്ടി ഞാൻ പറഞ്ഞിട്ടാ ചെയ്തത്. എന്നെ സഹായിക്കുക, അത് മാത്രാ ശാരദാമ്മ ചെയ്തത്. അതവിടെ നിക്കട്ടെ. ഇനി എന്താ നിന്റെ അടുത്ത ഭാവി പരിപാടി? കല്യാണം കഴിച്ചാൽ മാത്രം പോരല്ലോ, ഒന്നിച്ച് ജീവിക്കാനുള്ള വഴി കൂടി നോക്കണ്ടേ? അവളെ എനിക്ക് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരണം അങ്കിളെ. അതുകൊണ്ട് വരണം. പക്ഷേ നിന്റെ അമ്മയുടെ ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻ ഒന്ന് മാറട്ടെ, എന്നിട്ട് നമുക്ക് വേണ്ടതുപോലെ ചെയ്യാം. നീ ടെൻഷനൊന്നും അടിക്കണ്ട, എല്ലാത്തിനും വഴിയുണ്ടാക്കാടാ. ഞാനേ ഡോക്ടറെ ഒന്ന് കണ്ടേച്ചു വരാം. സ്വർണം ഞാൻ നമ്മുടെ വീട്ടിലൂടെ കണ്ടതാടാ. എവിടെയാണെന്ന് മാത്രം ഞാൻ ഓർക്കുന്നില്ലടാ. പക്ഷെ അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. ഈ കേസ് നാളെ ഇല്ലടോ, അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇന്നത്തെ കേസിനെ കുറിച്ച് നോക്കാം. താൻ അവനെ ഇറക്ക്, ആ വിഷ്ണുവിനെ. മൂക്ക് കയറിടേണ്ടവനെയൊക്കെ മൂക്ക് കയറിട്ട് തന്നെ നിർത്തണം. ഇല്ലെങ്കിലേ കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോ യുവമാര് പരാക്രമം കാണിക്കും. സോമശേഖരൻ ചെന്ന് അവനെയും ഇറക്കൊണ്ടുവാ. സാർ അവനെ കൊണ്ടുവാ. അതെ, സാറ് വിളിക്കുന്നു. എന്തോ നാടകം ഇത്? ഇങ്ങനെ കൊണ്ടുപോകുന്ന നിർത്താതെ കയ്യിൽ ആ കൈവളയൊക്കെ ഒന്ന് അണിയിക്കേ. എടോ, 4 പേര് കണ്ട ഇവനാണോ അതിന്റെ കുറച്ചില്? ഇത്രയും വലിയ കുറ്റവാളിയായിട്ട് അവന് കൈവിലങ്ങ് പോലും കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ അത് മോശമല്ലേടോ? അതങ്ങിട്ട് കൊടുക്കടോ. ആഹാ, എന്തൊരന്തസ്! ഇപ്പഴാ ഒരു ലുക്കായത്. ഇന്നലെ സുഖമായിട്ടൊക്കെ ഉറങ്ങിയോടാ? എനിക്കിപ്പോ ലോക്കപ്പായാലും വീടായാലും ഒരുപോലെയാ. സുഖമായിട്ട് തന്നെ ഉറങ്ങി. അപ്പൊ ഈ കൊതുവൊന്നും മതില്ലടാ ഈ മൂളിപ്പാട്ടൊക്കെ പാടി? ഈ ചോരകുടിയന്മാർ ഒരുപാടുള്ള സ്ഥലത്ത് ഈ കൊതുകിന് പാട്ടൊന്നും പാടി വരാൻ ഒരു റോളും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്നെ കൊത്തിവെച്ച് നേരെ ചൊവ്വ പോവാൻ പറ്റില്ലെന്നേ കൊതുകിന് തോന്നിക്കാണും.